രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ ആണ് Q&A. ഇന്ന് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ Q&A വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്നല്ലേ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ ശ്രമിക്കലുണ്ട് ഡെയിലി വീഡിയോസ് ചെയ്യാന്. അപ്പൊ ഇന്നില്ലാത്ത എന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരാൾ ചോദിച്ചിരുന്നു, വീഡിയോസ് ഉണ്ടാക്കുന്നതിൽ വീട്ടുകാർക്ക് പ്രോബ്ലം ഇല്ലേ? അപ്പോ പ്രോബ്ലം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. ആർക്കും ഇല്ലേന്നു, പക്ഷെ അമ്മയ്ക്ക് മാത്രമേ ചെറുതായിട്ട് ഒരു പ്രോബ്ലം. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലേന്നു വീഡിയോസ് ഒന്നും ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കി എല്ലാവരും എഗ്രി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ടർ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനും കഴിയൂല. അപ്പോൾ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആരും ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാം, ഒരു പറഞ്ഞിട്ട് കാര്യമില്ല, ഹസ്ബൻഡ് സപ്പോർട്ടിലാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാന്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, വീഡിയോസിൽ മുഖം കാണിക്കുന്നത് പ്രോബ്ലം ഇല്ലേന്ന്. അപ്പൊ വീഡിയോസിൽ മുഖം ഞാൻ സാധാരണ ഇപ്പോ നമ്മൾ കേരളത്തിലെ പോലെയാണ് ഞാൻ ഇവിടെ നടക്കലൊക്കെ. അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ പോയി എല്ലാരും എന്നെ കണ്ടതല്ലേ, അപ്പൊ പിന്നെ എന്തിനാ ഇഷ്യൂ ഉണ്ടാവുന്നേ? അപ്പൊ അതുകൊണ്ടാണ്, കാരണം എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാന്. മീൻസ് ഈ മുഖം മൂടിയൊക്കെ നടക്കാന്. അപ്പൊ ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയാം എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല. അപ്പൊ ഇവിടുത്തെ രീതിയിൽ എനിക്ക് നടക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഒരു പറയാൻ നിർത്തി. ഇനി ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് പോവുക. ഈ സാധാരണ ഇപ്പൊ ഉള്ള മരത്ത് തന്നെയാണ് പുറത്തേക്കൊക്കെ പോവല്. പിന്നെ വീട്ടിലാരെങ്കിലും വലിയവരൊക്കെ മൂത്തവരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സാധാരണ ഇപ്പൊ ഉള്ള പോലെ തന്നെ ഉണ്ടാവല്. അത് ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുഖം മൂടിയൊക്കെ കാണിച്ചിരുന്നത്. അത് സംഭവം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു രീതി കാണിച്ചതാണ്, കൾച്ചറൊക്കെ കാണിച്ചതാ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നടക്കലൊന്നുമില്ല, മുഖം മൂടിയിട്ടൊന്നും ഞാൻ നടക്കലില്ല. സാധാരണ വീട്ടിലുള്ള പോലെ തന്നെ പുറത്ത് നിക്കല്. അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ കണ്ട് ശീലിച്ച്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ 99% മരുമക്കളൊക്കെ മുഖം മൂടിയിട്ടാണ്, ഇത്രയൊക്കെ മുഖം മൂടിയിട്ടാണ് പുറത്തേക്കൊക്കെ പോവലും. പിന്നെ ആൾക്കാരൊക്കെ വരുമ്പോൾ മുഖം മൂടിയിട്ട് ഇരിക്കലും, ജോലിയൊക്കെ ചെയ്യുമ്പോഴും മുഖം മൂടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇത് കുറച്ച് നല്ല ഉള്ളോട്ടേക്ക് ഒരു വില്ലേജ് ഒക്കെ ആയതുകൊണ്ടാണ് ഇവിടെ കൂടുതല്. ഇപ്പൊ നമ്മള് ഈ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ കുറച്ചൊക്കെ കുറവാണ് അവിടെ. ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ കുറവാണ്. ഇപ്പൊ നമ്മളെ എങ്ങനെയെങ്കിലും ഇപ്പൊ സാധാരണ ഇന്ന പോലെയൊക്കെ, കാരണം ടൗണിലൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല എഡ്യൂക്കേറ്റഡും ഓരൊക്കെയാണ് ടൗണിലാണ് അധികം കെട്ടിച്ചു പോവുക. ടൗണിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന പോലെയൊക്കെ മരുമക്കൊക്കെ നിൽക്കാം. അവിടുത്തെ തിങ്കിങ് എന്താന്ന് അറിയില്ല. ടൗണിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ തിങ്കിങ് ഒക്കെ മാറിപ്പോവും. എന്താന്നറിയില്ല, അവിടെയൊക്കെ എന്നാലും കുറച്ചൊക്കെ ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും റെസ്പെക്ട്, മരുമക്കൾക്ക് തീരെ റെസ്പെക്ട് ഇല്ല എന്ന് പറയുന്നത് അത് സത്യ. അത് ടൗൺ ആയാലും ഡൽഹി ആയാലും എവിടെ ആയാലും ഇതേപോലത്തെ അവസ്ഥയാണ്. മരുമക്കള് എപ്പോഴും സംഭവം ഒരു മരുമക്കൾക്ക് എപ്പോഴും ഇതേ ഫീലാ ഉണ്ടാവുക, റെസ്പെക്ട് ഇല്ലാത്തൊരു ഫീലാ ഉണ്ടാവുക. ഈ നോർത്ത് ഇന്ത്യയിലാണ് അങ്ങനെ. അപ്പൊ പിന്നെ ഇതില് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, വീട്ടിലുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യൂലേന്ന്. അപ്പോ വീട്ടിലുള്ളവരൊക്കെ സത്യം പറയണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നോണ്ടാണ് ഇപ്പോ ഒരു പണിയൊക്കെ ഞാനാണ് കൂടുതൽ ചെയ്യല്. കാരണം നീ മക്കളൊക്കെ മക്കളെ പിടിച്ചാൽ പിന്നെ എനിക്ക് മക്കളെ നോക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ മക്കളെയൊക്കെ നോക്കി പിന്നെ പണിയൊക്കെ ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്ന സമയത്ത് മക്കളെ ആണെങ്കിൽ നാത്തൂനും പിന്നെ അമ്മായിമ്മയൊക്കെയാണ് പിടിക്കല്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യല്. പക്ഷെ പണി ഒരു നല്ല സഹായിച്ചു തരും, ഹെൽപ്പ് ചെയ്തു തരും പണിക്കൊക്കെ. അപ്പോ എന്നാലും വെച്ചാല് ഇവിടെ എങ്ങനെ വെച്ചാല്, ഇവിടുത്തെ റൂളാണ്, നമ്മള് മരുമക്കളൊക്കെ ആവുമ്പോ കുളിക്കാതെ അടുക്കളയിൽ കയറാൻ പാടില്ല. പിന്നെ കുളിക്കാതെ ചായ കുടിക്കാൻ പാടില്ല, കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതില് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൃഷി സ്ഥലമൊക്കെ നല്ലപോലെ കാണിച്ചു തരുമെന്നൊക്കെ. അപ്പൊ ഞാന് നിങ്ങൾക്ക് കൃഷി സ്ഥലമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള വില്ലേജസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഒരാള് ചോദിച്ചത്, ഗ്യാസ് യൂസ് ചെയ്യാറില്ലേ?
ഇപ്പൊ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോ ഇവിടെ ആണെങ്കിൽ വിന്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ഇങ്ങനെ അടുപ്പും ഉണ്ടാക്കാനൊക്കെ നല്ല രസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഈ സീസണിലൊക്കെ ആൾക്കാരൊക്കെ അടുപ്പും ഉണ്ടാക്കല്. ഇനിയിപ്പോ സമ്മർ സീസൺ വരുമ്പോ പിന്നെ നമുക്ക് ധൈര്യം കിട്ടൂല അടുപ്പം ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇപ്പൊ ഏകദേശം വീട്ടുകളിലൊക്കെ അടുപ്പ് തന്നെയാണ്, ഗ്യാസ് ഇല്ല. ഈ വീട്ടില് ഞങ്ങളെ വീട്ടില് ഗ്യാസ് ഒക്കെ ഉണ്ട്. എന്നാലും ഞങ്ങള് ഈ സീസണില് വിന്റർ സീസണിലാണ് അടുപ്പുമ്മ ഭക്ഷണം ഉണ്ടാക്കല്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഈ അടുപ്പുമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. വില്ലേജില് കുട്ടികൾ സ്കൂളിൽ പോവാറില്ലേ? അപ്പോ സ്കൂള് പോവലുണ്ട്, എന്നാലും കുറവാണ്. മീൻസ് നമ്മൾ അവിടുത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് ഇല്ല. ഇവിടെ ആണെങ്കിൽ എന്താണ് പോവാണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല, സാരമില്ല, നാളെ പോവാ, അങ്ങനത്തെ വിചാരാണ്. അപ്പോ സ്കൂളൊക്കെ പോകണമെന്ന് അത്ര നിർബന്ധമില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ആണെങ്കിൽ ഡെയിലി പോകും. നമ്മൾ 2 ദിവസം വന്നിട്ടില്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഫോൺ വരും. പിന്നെ സാർമാരെ വിളിച്ചിട്ട് അഭിപ്രായം നമ്മളെ പറ്റി ചോദിക്കുക, എന്താ വരാത്തെന്നൊക്കെ, അത്രയ്ക്ക് കെയറിങ് ആണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയില്ല. നമ്മൾ മാസങ്ങൾ വരെ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ 5000 സ്റ്റുഡൻസ് ഉള്ള സ്കൂളിലാണെങ്കിൽ നമുക്ക് ചിലപ്പോ 1000 സ്റ്റുഡൻസിനെ ഡെയിലി കാണാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അതും ഉണ്ടാവൂല, അങ്ങനെയൊക്കെയാ. അപ്പൊ ഇത്രയ്ക്കും എഡ്യൂക്കേഷനിൽ ആണെങ്കിൽ കുറച്ച് കുറവാണ് ഇവിടെ. അപ്പൊ ഇത് ഡെവലപ്പ് ആയി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 10-20 വർഷം എടുക്കും കുറച്ച് ഡെവലപ്പ് ആയി വരാന്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ സ്കൂളിന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യാം. മീൻസ് നാളെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നാളെ കാണാം ഇവിടുത്തെ സ്കൂളത്തെ രീതികളും സ്കൂളൊക്കെ എങ്ങനെയാ, അതൊക്കെ നാളെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇതില് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് എന്തോ പോലെ ആയി. മീൻസ് ഒരാള് ഒരു നെഗറ്റീവ് രീതിയിലാണ് കമന്റ് ചെയ്തത്. ഓര് പറയുന്നുണ്ട്, എന്റെ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ആസാമിലും പിന്നെ UP-യിലൊക്കെ കെട്ടിച്ചു പോയിട്ട് ഓരിപ്പം നല്ല സന്തോഷത്തിലാണല്ലോ, ഓരോ ഹസ്ബൻഡിന്റെ വീട്ടിലത്തോരൊക്കെ നല്ല എന്താണ് ആൾക്കാരൊക്കെയാണ്, ഓള് ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ നീ കാണിക്കുന്ന വീഡിയോയിൽ കണ്ടാൽ നമുക്ക് തോന്നും നിന്റെ തലയിൽ മാത്രമുള്ളൂ എല്ലാ കഷ്ടപ്പാട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല എനിക്ക് എത്ര കഷ്ടപ്പാടുണ്ട് അതും ഇതും. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാവരും നല്ല ആൾക്കാരാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ജോലി ചെയ്ത് കാണിച്ചു തരുന്നതൊക്കെ ഇവിടുത്തെ രീതികളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര പണിയാണ് ഇവിടെ, എന്റെ വീട്ടിലെ ആൾക്കാരെ മോശമാണ്, അതൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യം പറയണെങ്കിൽ എന്റെ വീട്ടിലെല്ലാവരും നല്ല ആൾക്കാരാണ്. പിന്നെ കാരണം ഇന്റെ ഇഷ്ടത്തിന് നടക്കാൻ സമ്മതിക്കുന്നത് തന്നെ ഓരോ നല്ലൊരു മനസ്സായോണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പുറത്തത്തെ പെണ്ണുങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് ഹസ്ബൻഡിന്റെ അമ്മേനോടൊക്കെ കമന്റ് ചെയ്യും, ഇപ്പത്തെ മരുമക്കളൊക്കെ ആണെങ്കിൽ തീരെ ഇതില്ല, അനുസരണയില്ല, അവർക്ക് ബഹുമാനമില്ല, മൂത്തവരെ കണ്ട് എങ്ങനെ സംഭവം എങ്ങനെ സാരി ഇട്ട് നടക്കാനൊന്നും അവർക്ക് ഇഷ്ടമില്ല, പല നെഗറ്റീവ് കമന്റ്സ് ഇന്നെ നോക്കിയിട്ട് പറയും. അപ്പൊ എനിക്ക് എന്തോ പോലെയാണ്, എന്റെ കാരണം കൊണ്ട് ഓർക്ക് ഇങ്ങനെ കേൾക്കുന്നതൊക്കെ കാണുമ്പോ എന്തോ പോലെയാ. അപ്പൊ ഞാൻ ഈ നെഗറ്റീവ് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ വീഡിയോസ് ഉണ്ടാക്കുന്നോണ്ടാണ്, കാരണം മക്കളെ പിടിക്കാൻ. അതുമല്ല എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്ര എനിക്ക് പറയാനുണ്ട്. ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളെ കേരളത്തിൽ കേരളം നോക്കുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തോന്നൂല, അത്ര എനിക്കറിയാം. അതാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇവിടുന്ന് പോകുന്ന ആൾക്കാരൊക്കെ 20 വർഷം 30 വർഷം വരെയൊക്കെ ഫാമിലീസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവിടെ. അപ്പൊ അതാണ് റീസണ്. അല്ലെങ്കിൽ ഇത്രയും ബെറ്റർ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാലോ. പക്ഷെ ഇവിടുത്തെ കൾച്ചർ അവിടുത്തെ കൾച്ചർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഈ സംഭവം നമ്മളെ കേരളം തന്നെയാണ് ഇഷ്ടം. പിന്നെ അതല്ല, ഞാൻ അധികം നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, അതുള്ള നെഗറ്റീവ് അല്ല, ഇതുള്ള സത്യമാണ് ഞാൻ പറയണേ. പിന്നെ ഇതില് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹസ്ബൻഡ് അവിടെ ഇവിടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, നോൺ വെജ് ആരും കഴിക്കൂലേ? അപ്പൊ ഇവിടെ ആണെങ്കിൽ ഞങ്ങളെ കുടുംബത്തില് ഹസ്ബൻഡിന്റെ കുടുംബത്തില് എല്ലാരും വെജിറ്റേറിയൻ ആണ്, പണ്ഡിതന്മാരാണ്, പൂജാരിയാണ് എല്ലാരും. അപ്പൊ ഒരാരും നോൺ വെജ് കഴിക്കൂല. ഇവിടെ ആരും നോൺ വെജ് കഴിക്കൂല, ഇവിടെ എല്ലാരും പൂജാരിയാണ്.
പക്ഷെ ഞാൻ കഴിക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല, 1 വർഷമായി നോൺ വെജ് കഴിച്ചിട്ട്. അപ്പൊ എനിക്ക് എത്ര പറയാനുള്ളൂ. പിന്നെ എന്താണ് ഞാൻ ഇവിടത്തെ പറ്റി ഞാൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇവിടുത്തെ രീതിയും കൾച്ചറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ രീതി കൾച്ചർ എന്താന്ന്. പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി. നിങ്ങളെ എത്ര സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഭയങ്കര സന്തോഷാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് വിശ്വാസമാണ് ഞാൻ നിങ്ങളെ ഈ സപ്പോർട്ട് എന്തായാലും സപ്പോർട്ട് ഉണ്ടായാല് അപ്പൊ ഞാൻ പെട്ടെന്ന് വലിയൊരു യൂട്യൂബറായി വരും. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ രാത്രി ഉറങ്ങാം, ഞാൻ വലിയൊരു യൂട്യൂബറൊക്കെ ആവുമെന്നൊക്കെ ഞാൻ എന്നും ഇങ്ങനെ ഓർത്തിട്ടൊക്കെ ഞാൻ ഉറങ്ങല്ലേ സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ വിശ്വാസമില്ലേന്ന് എനിക്ക് ഇത്ര പെട്ടെന്ന് സക്സസ് ആവുന്നത്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് കണ്ടിട്ട് ഞാൻ ഇപ്പൊ സ്വപ്നം കാണാൻ തുടങ്ങി. നീ സ്വപ്നം എന്നാ സക്സസ് ആവാ അറിയൂല. പക്ഷെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോയിൽ കാണാൻ എല്ലാവരും ബൈ, ടേക്ക് കെയർ.